സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സ്വാദിഷ്ടമായ ഈ വിഭവം നിങ്ങൾ കഴിച്ചു കാണാൻ സാധ്യതയില്ല. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ. നിങ്ങളിത് ഇടയ്ക്കിടെ ഉണ്ടാക്കും, തീർച്ച. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കുമെന്ന് ചിന്തിച്ചിരിക്കാറില്ലേ നമ്മൾ? വളരെ സിമ്പിളായി പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഡിഷ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ആദ്യം തന്നെ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി, ആംചൂർ പൗഡർ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സോഡാപ്പൊടി, കടുക്, ഉപ്പ്, ജീരകം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, എണ്ണ, വെള്ളം, റവ, കൊത്തമല്ലിത്തഴ, സവാള, പച്ചമുളക് എന്നിവയാണ്. ആദ്യം ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് തൈര് കൂടി ചേർത്ത് രണ്ടും നന്നായി മിക്സ് ചെയ്യുക. 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് ഒരു പ്ലേറ്റ് കൊണ്ട് മൂടി 15 മിനിറ്റ് വയ്ക്കുക. കുക്കറിൽ 2 ഉരുളക്കിഴങ്ങ്, 1 ക്യാരറ്റ്, 1/4 കപ്പ് ഫ്രഷ് ഫ്രോസൺ ഗ്രീൻ പീസ് എന്നിവയിട്ട് 3 വിസിൽ വരുന്നത് വരെ വേവിച്ച് ലേശം ചൂടാറിയ ശേഷം തുറന്ന് ഉരുളക്കിഴങ്ങിൻ്റെ തോൽ കളഞ്ഞെടുക്കുക. അതിനുശേഷം വേവിച്ച ഈ പച്ചക്കറികൾ മാഷർ വെച്ച് നന്നായി ഉടച്ചെടുക്കുക. ഇനി നമ്മൾക്കൊരു മസാല തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായതിനു ശേഷം 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ജീരകം ചേർക്കുക. ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1/2 സവാള അരിഞ്ഞത് എന്നിവ ചേർത്ത് വഴറ്റുക. 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. അതിനുശേഷം മസാലകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ആംചൂർ പൗഡർ, അതായത് ഉണങ്ങിയ മാങ്ങാപ്പൊടി. ഇതിന് പകരമായിട്ട് നാരങ്ങാനീര് ചേർത്താലും മതിയാകും. ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് വഴറ്റി യോജിപ്പിക്കുക. ഗ്യാസ് സിമ്മിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞ് നമ്മുടെ ഡിഷിൻ്റെ സ്വാദ് കുറയും. അതിനുശേഷം നമ്മൾ ഉടച്ചു വെച്ച പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം നന്നായി മിക്സ് ചെയ്യുക. ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കുക. ആംചൂർ പൗഡർ ഇല്ലെങ്കിൽ അതിനു പകരമായി നാരങ്ങ നീര് ചേർക്കാവുന്നതാണ്. നാരങ്ങ നീര് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർക്കുക, അല്ലെങ്കിൽ കയ്പ്പ് അനുഭവപ്പെടും. അവസാനം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് യോജിപ്പിച്ച് മസാല തണുക്കുവാൻ വയ്ക്കാം. നമ്മുടെ മസാല റെഡി. നമ്മൾ മസാലയെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും റവയും തൈരും കൂടി നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ടാകും. നമ്മൾ റവയിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾക്ക് 1/2 സ്പൂൺ ഉപ്പും 2 നുള്ളു സോഡാപ്പൊടിയും ചേർക്കുക. ഇതിനു മുകളിൽ 1 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. സ്റ്റീം ചെയ്താണ് ഈ ഡിഷ് ഉണ്ടാക്കുന്നത്. ഇനി ചെറിയ ഡവറയോ കുഞ്ഞു ബോളോ എടുക്കുക. അതിൽ എണ്ണ പുരട്ടി വയ്ക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ റവ തൈര് മിശ്രിതം 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കുക. ഇവിടെ 1/2 കപ്പ് റവ മിശ്രിതത്തിൽ നിന്നും 2 ഡവറയിലും 2 ചെറിയ ബൗളിലും ഒഴിക്കാനുള്ള മാവാണ് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അളവുകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. 2 ആൾക്കുള്ള അളവാണ് ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഇത് ഇഡ്ഡലി പാത്രത്തിലോ സ്റ്റീമറിലോ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം വെച്ച് അതിൽ വെള്ളമൊഴിച്ച് ഒരു സ്റ്റാൻഡ് വെച്ച് നമ്മൾക്ക് ബൗളുകൾ വെച്ച് കൊടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം മാത്രം സ്റ്റീം ചെയ്യാൻ വയ്ക്കുക. 15 മിനിറ്റ് ആവി കയറ്റിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കുവാൻ വയ്ക്കുക. ഈ സമയം നമ്മൾക്ക് ഇതിനൊരു കിടിലൻ ചട്നി തയ്യാറാക്കാം. അതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായാൽ
1 സ്പൂൺ കടലപ്പരിപ്പ്, 1 സ്പൂൺ ഉഴുന്നുപരിപ്പ്, 3 വറ്റൽമുളക് എന്നിവ ചേർത്ത് വഴറ്റുക. 2 വെളുത്തുള്ളി അല്ലി കൂടി ചേർക്കുക. 1 കഷ്ണം ഇഞ്ചിയും സ്ക്വയറായി കട്ട് ചെയ്ത അര സവാളയും ചേർത്ത് വഴറ്റുക. 1.5 തക്കാളി അരിഞ്ഞത് കൂടി ചേർക്കുക. ഗ്യാസ് സിമ്മിൽ വെച്ച് മൂടി വേവിക്കുക. തക്കാളി നന്നായി വെന്തു വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് ഒന്നുകൂടി വഴറ്റുക. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് വാങ്ങി വയ്ക്കാം. ഇനി ഇത് തണുക്കാൻ വയ്ക്കാം. ഈ സമയം നമ്മുടെ റവ ആവിയിൽ വേവിച്ചത് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഒരു കത്തി വെച്ച് ഇങ്ങനെ റൗണ്ടിൽ ഒന്ന് വരഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തുക. ഈസിയായി എടുക്കാൻ കഴിയും. ഇങ്ങനെ എല്ലാം എടുത്തു വയ്ക്കുക. അതിനുശേഷം ഇവ ഓരോന്നും കത്തി കൊണ്ടോ നൂല് കൊണ്ടോ രണ്ടായി മുറിക്കുക. നൂല് കൊണ്ട് ഇങ്ങനെ മുറിക്കുകയാണെങ്കിൽ ഒട്ടും പൊടിയാതെ നല്ലപോലെ രണ്ടായി മുറിക്കുവാൻ സാധിക്കും. അതിനുശേഷം പകുതി കയ്യിലെടുത്ത് നമ്മൾ തയ്യാറാക്കിയ മസാല വയ്ക്കുക. മറ്റേ പകുതി കൊണ്ട് മൂടുക. ഇങ്ങനെ 4 എണ്ണവും ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാൻ വെച്ച് ചൂടാക്കുക. ചൂടായ പാനിൽ 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായാൽ 1 സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കുറച്ച് പൊടിയായി അരിഞ്ഞ മല്ലിയില കൂടി വിതറുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ വിഭവം വെച്ചു കൊടുക്കുക. 2 വശവും തിരിച്ചും മറിച്ചുമിട്ട് ഗോൾഡൻ കളർ ആകുന്നതുവരെ വേവിക്കുക. ഈ വിഭവം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഉണ്ടാക്കാവുന്നതാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാം. നല്ല ടേസ്റ്റിൽ വ്യത്യസ്ത രുചികളിൽ ലഞ്ച് ബോക്സ് തയ്യാറാക്കിയാൽ കുട്ടികൾ ബാക്കി വയ്ക്കാതെ മുഴുവൻ കഴിക്കുകയും ചെയ്യും. എണ്ണ വളരെ കുറച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ടും ആവിയിൽ സ്റ്റീം ചെയ്തെടുക്കുന്നതുകൊണ്ടും ഈ വിഭവം വളരെ ഹെൽത്തിയുമാണ്. നമ്മൾ ചട്നിക്ക് വറുത്ത് വെച്ചത് മിക്സിയിൽ അരച്ചെടുക്കുക. വെള്ളം ചേർക്കാതെ അരയ്ക്കുക. പുളി ലേശം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് അരയ്ക്കാം. തക്കാളിയുടെ പുളിപ്പ് മതിയെന്നുണ്ടെങ്കിൽ പുളി ചേർക്കേണ്ടതില്ല. പുളി ചേർക്കാതെയാണ് ഞാൻ ഇന്നിവിടെ അരയ്ക്കുന്നത്. അങ്ങനെ നമ്മുടെ ചട്നിയും തയ്യാറായി. ഇനി നമ്മൾക്ക് ഈ വിഭവം സെർവ് ചെയ്യാം. രണ്ടും അപാര രുചിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു കിടിലൻ വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.